സംസാരിക്കുന്നത്. അരുൺ അമൃത്നാഥ് മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എത്രത്തോളം പ്രക്ഷുബ്ധമാണ് സാഹചര്യം? MSF പ്രതിഷേധത്തിന് എത്തുന്നത് വനിതാ പ്രവർത്തകരാണ് MSFന്റെ പ്രതിഷേധത്തിനായി എത്തിയത്. പിന്നാലെ KSU പ്രവർത്തകരെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അത്തരത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. SFI ഉൾപ്പെടെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തിയായ കാര്യം. കാരണം വിദ്യാഭ്യാസ മന്ത്രി അവിടെ കണക്കുകൾ നിരത്തി ന്യായീകരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് SFI പോലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായ കാര്യം. SFIയുടെ കളക്ടറേറ്റ് മാർച്ച് അല്പസമയത്തിനകം നടക്കും. ഈ RDD ഓഫീസിന് മുന്നിൽ തുടർച്ചയായ സമരം നടക്കുന്നത്. പോലീസ് വിന്യാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകരെത്തി 3 വനിതാ പ്രവർത്തകരാണ് ആദ്യം എത്തിയത്. ഇവരെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നാലെ തന്നെ KSU പ്രവർത്തകർ ഈ RDD ഓഫീസിലേക്ക് ഓടിയെത്തുകയാണ്. ഇവരെയും ബലം പ്രയോഗിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇനിയും സമരങ്ങൾ ഉണ്ടാകും, തുടർ സമരങ്ങൾ ഉണ്ടാകും. സമര പരമ്പര തന്നെയാണ് മലപ്പുറത്ത് എന്തായാലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. രൂക്ഷമായ ഒരു പ്രതിസന്ധിയുണ്ട്. അത്തരത്തിൽ അനിശ്ചിതത്തിലായ ഒരു സാഹചര്യത്തിലാണ് ഈ +1 സീറ്റ് പ്രവേശനം ഉള്ളത്. കാരണം 3 ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായി, സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയായി. 31,000 കുട്ടികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം. അത് അൺഎയ്ഡഡ് കോട്ട ഉൾപ്പെടെ പരിഗണിച്ചാൽ പോലും 11,000-ഓളം കുട്ടികൾ വീണ്ടും പുറത്താകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതുൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടാണ് SFI എന്തായാലും സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ കണക്കിലെടുത്താൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർവകലാശാല തെരഞ്ഞെടുപ്പിൽ SFI പരാജയം നേരിട്ടിരുന്നു. അപ്പോൾ മലബാറിലെ അവരുടെ ആ ഒരു സാന്നിധ്യം കൂടി മനസ്സിലാക്കിയാണ് കുറച്ചുകൂടി ജനകീയമായ അത്തരത്തിലൊരു സമരം കൂടി നേതൃത്വം നൽകുക എന്നൊരു ലക്ഷ്യം എന്തായാലും SFIക്കുള്ളത്. അത്തരത്തിൽ SFI സമരരംഗത്ത് വരുന്നു. KSU MSF പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നു. ഈ പ്രതിസന്ധി കാണുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് MSFന്റെ തീരുമാനം. ലീഗ് അത് ഏറ്റെടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി PMA സലാമും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ സമര പരമ്പര തന്നെ മലപ്പുറത്ത് കാണുന്നു എന്നുള്ളത് തന്നെയാണ്. മാധു, 25-ാം തീയതി അതായത് നാളെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ഒരുങ്ങുന്നുണ്ട്. ആ ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകളെ കേൾക്കും, അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കും, ആവശ്യമാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അരുൺ, അതായത് ഇത്രയധികം സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പര്യാപ്തമായ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഇത്രയധികം സംഘടനകൾ KSUവും MSFും ഏറ്റവും ഒടുവിൽ SFIയും അടക്കം സമരത്തിന് വരുന്നത് ഒരു കാര്യവുമില്ലാത്തൊരു വിഷയത്തിലാണെന്നാണോ? അല്ലെങ്കിൽ ഇനി വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞിട്ട് വേണമോ സംസ്ഥാനത്ത് ഈ പ്രശ്നം, ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് മന്ത്രിക്ക് മനസ്സിലാകാൻ? മാധു, അത് കണക്കിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഈ 82,446 അപേക്ഷകരാണ് മലപ്പുറത്തുള്ളത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയിൽ അത് 74ആണ്. വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട കണക്കിൽ. അപ്പോൾ 8,000 കണക്ക് അവിടെ തന്നെ കുറഞ്ഞു. അതിൽ മന്ത്രി കുറച്ചത് ഈ പുറമേയുള്ള ജില്ലകളിൽ കോഴിക്കോട്, കണ്ണൂർ, പാലക്കാടുള്ള ജില്ലകളിലുള്ള വിദ്യാർത്ഥികളും മലപ്പുറത്ത് അപേക്ഷിച്ചിട്ടുണ്ട്. ഇവരുടെ കണക്ക് ഉൾപ്പെടെ കുറച്ചാണ് മന്ത്രി 74,000 എന്ന കണക്ക് കുറവ്. ഒപ്പം തന്നെ 10,000 കുട്ടികൾ ഈ അഡ്മിഷന് പുറത്തുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പിന് അപേക്ഷിച്ചിട്ട് ലഭിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, മറ്റു വിഷയം കൊമേഴ്സ് ആയിരിക്കാം. ആ കുട്ടി ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നേടില്ല. അതേപോലെ തന്നെ മലപ്പുറത്ത് സ്കൂളിൽ അപേക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് നിലമ്പൂരായിരിക്കും പ്രവേശനം ലഭിച്ചത്. അങ്ങനെ വരുന്ന ഒരു കുട്ടി അഡ്മിഷൻ ചേരില്ല. അങ്ങനെയുള്ള ഒരു 10,000 സീറ്റ് അതും മന്ത്രി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ 10,000, 17,000 അത്തരത്തിൽ തന്നെ 17,000-ഓളം സീറ്റിന്റെ കുറവ് മന്ത്രിയുടെ കണക്കിൽ കുറവ് വരുന്നത് അങ്ങനെയാണ്. ഒപ്പം തന്നെ ഈ അൺഎയ്ഡഡ് കോട്ടകളിലെ കണക്ക് വരുന്നുണ്ട്. ഈ അൺഎയ്ഡഡിൽ 11,000-ഓളം വിദ്യാർത്ഥികൾ, 13,000-ഓളം കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഇനിയും അവശേഷിക്കുന്നത് 11,000 കുട്ടികൾ പുറത്തു നിൽക്കും എന്നുള്ള ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. അതാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗം പുറത്തുവിടുന്ന കണക്കിൽ നിന്നുള്ളതും മന്ത്രി പുറത്തുവിട്ട കണക്കിൽ നിന്നുള്ളതുമായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രി പുറത്തുവിട്ടുള്ള കണക്കിൽ ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തായിക്കൊണ്ടുള്ള കണക്കാണ് മന്ത്രി പുറത്തുവിട്ടത്. ഈ പറയുന്ന വെട്ടിച്ചുരുക്കലെല്ലാം നടത്തിയിട്ടും 74,840 അപേക്ഷകൾ മന്ത്രിക്ക് പറയേണ്ടി വരുന്നുണ്ടല്ലോ. 50,000 സീറ്റുകളിൽ മാത്രമാണ് പ്രവേശനം നടത്തിയിരിക്കുന്നത്. മറ്റു കോട്ടകളെല്ലാം കൂടി 6,000 സീറ്റുകളേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും 16,000 കുട്ടികൾ ഇപ്പോഴും പുറത്തുണ്ട്. ഈ 10,897 പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല എന്ന് പറയുന്നത് കൂടി ഒഴിവാക്കിയാൽ പോലും ഏതാണ്ട് 16,000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ MSFും KSU നടത്തുന്ന സമരം പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ മന്ത്രിക്ക് തള്ളി പറയാം. SFI നടത്തുന്ന സമരത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്തു പറയും അരുൺ? അതെ,
അതാണ് മാധു ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ SFI നേരത്തെ VP സാനു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു, മന്ത്രി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു, എങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നായിരുന്നു. പക്ഷേ ആദ്യഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ മന്ത്രി ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. അപ്പോൾ തന്നെ SFI സമരവുമായി വരുന്നു എന്നുള്ളതാണ്. മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൺഎയ്ഡഡ് വിഭാഗത്തിൽപ്പെട്ട 10,000-ഓളം കുട്ടികളുണ്ട്. ഈ കണക്ക് ഒഴിവാക്കിയാണ് മന്ത്രി കണക്ക് പറഞ്ഞത്. എന്നിട്ട് പോലും 11,000-ഓളം കുട്ടികൾ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് SFI ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് SFI ഈ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറത്തുവിട്ട കണക്ക്, ഈ സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്ക്, നമ്മളൊക്കെ ഈ പങ്കുവെക്കുന്ന കണക്ക്, ഇത് തന്നെയാണ് SFI എന്തായാലും മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ മന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ SFI സമരം ആഹ്വാനം ചെയ്തതിലൂടെ എന്തായാലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം. അത്തരത്തിൽ രൂക്ഷമായ കണക്കുകളിലൂടെ തന്നെ പ്രതിസന്ധി നമുക്ക് വ്യക്തമാവുന്നതാണ്. 11,000-ഓളം കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യം അവിടെയുണ്ട്. അധിക ബാച്ചുകൾ എന്ന ആവശ്യം കൊണ്ട് മാത്രമേ ഇതിൽ പരിഹാരം കാണാനാവൂ എന്നുള്ളതാണ് തുടക്കം മുതൽ സമരരംഗത്തുള്ള MSF-ഉം KSU-യും ആവശ്യപ്പെടുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്, PK കുഞ്ഞാലി ഉൾപ്പെടെ പറഞ്ഞത് അധിക ബാച്ചുകൾ എന്ന ആവശ്യമാണ്. ഇതേ ആവശ്യം തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. VP സാനു അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും മുന്നോട്ട് വെച്ച ഒരു പ്രതീക്ഷ ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ SFI സമരത്തിന് ഇറങ്ങും എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ആദ്യഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നു, മന്ത്രി പത്രസമ്മേളനം വിളിച്ച് കണക്കുകൾ പറയുന്നു. മന്ത്രിയുടെ കണക്കുകളിൽ വലിയൊരു വ്യത്യാസം തന്നെയുണ്ട്. യഥാർത്ഥ കണക്കുമായുള്ള വ്യത്യാസം വെട്ടിച്ചുരുക്കിയ കണക്കാണ് മന്ത്രി പുറത്തുവിടുന്നത് എന്ന് പിന്നാലെയാണ് SFI ഈ പ്രഖ്യാപനവുമായി വരുന്നത്. ഏറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ ശരി തന്നെയാണ്, നമ്മൾ പുറത്തുവിടുന്ന കണക്കുകൾ ശരി തന്നെയാണ് എന്നുള്ളത് SFI ഉൾപ്പെടെ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. വലിയ തോതിൽ പ്രക്ഷുബ്ധമായ സമരങ്ങൾക്ക് കാരണമാവുകയാണ് +1 സീറ്റ് പ്രവേശന പ്രതിസന്ധി. മലപ്പുറം RDD ഓഫീസിലേക്ക്, മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഒക്കെ വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രതിഷേധം നടത്തുന്ന കാഴ്ച കേരളം കാണുന്നുണ്ട്.